എന്താ ബിരിയാണി! സാഹിബിന്റെ ബിരിയാണി എത്ര കഴിച്ചാലും മടുക്കില്ല. ഇവിടുത്തെ മട്ടൻ ബിരിയാണിയിലെ മട്ടൻ പോത്തിന്റെ ആണോ അതോ മൂരിയുടെ ആണോ? ആനേന്റെ എടോ കുഴുവേലി. 6 മാസത്തിന് താഴെ പ്രായമുള്ള ഇളം ആട്ടിൻകുട്ടിന്റെ ഇറച്ചിയാണ് നമ്മുടെ ബിരിയാണിന്റെ രഹസ്യം. പിന്നെ പടച്ചോന്റെ കൃപയും. എന്നും ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെക്കുമ്പോ എന്റെ നെഞ്ചിനകത്തൊരു പെടപെടപ്പാ. പിന്നെ കണ്ണടച്ച് പടച്ചോനെ വിളിക്കും എന്റെ റബ്ബേന്ന്. ഒന്ന് പാളിയാ തീർന്നില്ലടോ കച്ചവടം. ദേ നിങ്ങൾ ആ ഹോട്ടലിൽ നോക്കി, എന്തോരം കച്ചവടം ഉണ്ടായിരുന്നതാ. ഒരശ്രദ്ധ, പഴകിയ ഭക്ഷണം, ഫുഡ് പോയ്സൺ. ഒടുവിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് സീലി വെച്ച് പൂട്ടിയില്ലേ. പഴയതൊന്നും മറക്കരുത് സാഹിബേ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ പൂട്ടിച്ചതെന്നറിയോ? അതിനൊരു പുതുപുത്തൻ മാരുതിക്കാർ നമ്മളും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതും മറക്കണ്ടാണ്. അല്ല, എവിടെ നിങ്ങളുടെ ആ കാറ്? 1 കിലോമീറ്റർ അപ്പുറത്ത് മാറ്റിയിട്ടേക്കാ. അതിന് നിങ്ങളുടെ കടയിൽ പാർക്കിംഗ് ഇല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് പാർക്കിംഗ് സൗകര്യം മസ്റ്റാ സാഹിബേ. ആ തിരുമേനിയുടെ സ്ഥലത്ത് 10-30 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇതുവരെ അത് വാങ്ങാത്തത് കഷ്ടമാണ് സാഹിബേ. തിരുമേനി തരേണ്ടെന്ന് 100 തവണ ചോദിച്ചതാ, അടുക്കണില്ല. പക്ഷെങ്കി തിരുമേനി നമുക്കിത് തന്നേ പറ്റൂ. നമ്മളൊന്നും കാണാണ്ടല്ല തിരുമേനിയുടെ മൂത്ത മോളുടെ കല്യാണത്തിന് 10 ലക്ഷം ഉറുപ്പിക കടം കൊടുത്ത് സഹായിച്ചത്. അത് ഈ സ്ഥലത്തിന്റെ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. തിരുമേനിയുടെ ഇളയ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്ത് കണ്ടിട്ട്? ഈ സ്ഥലം വിറ്റാലല്ലേ തിരുമേനിക്കുട്ടിയുടെ കല്യാണം നടക്കൂ. നീ പോയി തന്ത്രത്തിലൊന്ന് മുട്ടി നോക്കി കാര്യം നടത്തി തന്ന എന്റെ മാരുതിക്കാരന്റെ സ്ഥാനത്ത് ബെൻസ് കാർ വരും. നമസ്തേ. എന്താണോ കുഴിമേലി ഈ വഴിക്കൊക്കെ? ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ലേ. കൗൺസിലർ എന്ന നിലയിൽ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. അന്വേഷിച്ചിട്ട് എന്തിനാ? ഇല്ലത്തെ കുട്ടിയുടെ വേളിക്ക് സർക്കാരിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക സഹായം ഏർപ്പാടാക്കിയിട്ടുണ്ടോ? തിരുമേനി മനസ്സ് വെച്ചാ സാമ്പത്തികം ഉണ്ടാക്കാനാണോ പാട്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഒരല്പം അശ്രദ്ധ വന്നപ്പോ എനിക്ക് എന്റെ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നു. അത് നേരാ. എന്ത് കരുതി? അന്യജാതിക്കാർക്ക് ഇറച്ചിയും മീനും വെക്കാനും വിൽക്കാനും നാം അത് കൊടുക്കില്ല. മത്സ്യമാംസാദികൾ ആ പരിസരത്ത് നാം അടുപ്പിക്കില്ല. തിരുമേനി ദിവസവും കുളിക്കുന്ന അമ്പലക്കുളത്തിൽ മീനുണ്ടോ? മീൻ പിടയ്ക്കുന്ന പുഴയിലും കുളത്തിലും കുളിക്കാം. വെളുത്ത നിറത്തിൽ വരുന്ന പശുവിന്റെ ചോര ഊറ്റിയെടുത്ത് പാലെന്ന പേരിൽ കുടിക്കാം. അതിലൊന്നും ഒരു ശുദ്ധമില്ല, വൃത്തിയില്ല. എടോ നായരെ! എന്താ തിരുമേനി? എടോ, ഈ അശ്ലീലത്തെ പിടിച്ച് പടിക്ക് പുറത്താക്കുന്നുണ്ടോ? വേണ്ട, ഞാൻ പൊക്കോളാം. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറയാം. ആ സുലൈമാൻ സാഹിബിനെ പിണക്കണ്ട. മൂത്ത മോളുടെ കല്യാണത്തിന് രൂപ 10 ലക്ഷം എണ്ണിത്തന്ന് സഹായിച്ചത് സാഹിബ. അന്ന് അന്യജാതിക്കാരന്റെ കാശിന് തീണ്ടലില്ലായിരുന്നു. അത് അദ്ദേഹം മടക്കി ചോദിക്കാത്തതേ തിരുമേനിയുടെ സ്ഥലം ലക്ഷ്യം വെച്ചിട്ട് തന്നെയാ. ഞാൻ പോകുന്നു. ഇളയ മോളുടെ കല്യാണം നടക്കുമെങ്കിൽ അന്ന് കാണാം. എന്നെ ക്ഷണിച്ചില്ലേലും. മനസ്സിലായോടോ നായരെ അവൻ പറഞ്ഞതിന്റെ ധ്വനി? എന്റെ മോടെ വേളി നടക്കില്ലാന്ന്. എന്റെ കയ്യിൽ പണയില്ലാന്ന് നാട് മുഴുവൻ പാട്ടല്ലേ. ഈശ്വര, എന്തൊക്കെ കാരണം. അല്ല തിരുമേനി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വിൽക്കാൻ പോകുന്ന സ്ഥലം ആര് വാങ്ങിയാ നമുക്കെന്താ? നല്ല വില കിട്ടിയാ പോരെ? അവിടെ ആ തിരുമുറ്റത്തിരിക്കുന്ന ഉണ്ണിഗണപതിയെ താനും മറന്നുവോ? ഓർമ്മ വെച്ച നാള് തൊട്ട് ആ ഉണ്ണിഗണപതിയെ ഉണർത്തുന്നതും ഉറക്കുന്നതും ഞാനാ. അടിച്ചു തളിച്ച് ഒരു തിരി കത്തിച്ചാ മതി, മനസ്സ് നിറഞ്ഞനുഗ്രഹിക്കും. അന്യജാതിക്കാർക്ക് എന്ത് ഗണപതി. അച്ഛാ, ഒന്നിങ്ങ് വന്നേ. എന്താ കുട്ടിയെ? അച്ഛാ, ദേവമാഷിന്റെ ഇമെയിൽ വന്നു. എന്ത് വന്നു? മെയില്? എടോ, കത്തിടപാടുകൾക്ക് പകരം ഇപ്പൊ ഇങ്ങനെയൊക്കെയാ വകുപ്പ്. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലടോ നായരെ, ഇവളുടെ കൂടെ കോളേജിൽ സീനിയറായിട്ട് പഠിച്ച ഒരു കമ്മത്ത് മാഷെ പറ്റി. ഓ, കമ്മത്ത്. എന്തായിരുന്നു മോളെ മറുപടി? ഞാൻ നമ്മുടെ അവസ്ഥയെല്ലാം ഡീറ്റെയിൽ ചെയ്തിരുന്നു. വന്ന് നേരിൽ കാണാന്ന റിപ്ലൈ. എന്ത് വിഘ്നേശ്വര, നീ കാത്തു. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ഹോട്ടൽ ശൃംഖലയുള്ളവരാ ഈ കമ്മത്തും ഇയാളുടെ ഏട്ട കമ്മത്തും. പ്രൊപ്പറേറ്റേഴ്സ് കമ്മത്ത് ആൻഡ് കമ്മത്ത്. അവര് നമ്മുടെ ഹോട്ടൽ ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ആരാ? എന്ത് വേണം? ഞങ്ങളെ സുലൈമാൻ സാഹിബ് പറഞ്ഞയച്ചതാ. ഇതാ ഈ അഗ്രിമെന്റിൽ ഒന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. എന്താ ഇത്? ഇംഗ്ലീഷ് ആണല്ലോ. ഇങ്ങ് തന്നെ, ഞാനും നോക്കട്ടെ. അച്ഛൻ നമ്മുടെ ഹോട്ടലിന്റെ സ്ഥലത്തിന്റെ ലീസ് എഗ്രിമെന്റാ.
10 ലക്ഷം രൂപ അഡ്വാൻസും കാണിച്ചിട്ടുണ്ട്. ആ, സാഹിബിന് 10 ലക്ഷം കൊടുക്കാനുണ്ടെന്നുള്ളത് വേറെ. അതിന് ഈ എഗ്രിമെന്റിന്റെ വകുപ്പ് മനസ്സിലാകുന്നില്ല. അഡ്വാൻസ് വാങ്ങിയിട്ട് എഗ്രിമെന്റ് കൊടുക്കാത്തത് ശരിയാണോ തിരുമേനി? ഇതിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഓ, എങ്കിലും അതൊന്ന് കാണണല്ലോ. അയ്യോ വേണ്ട. അയ്യോ മിച്ചേ വെങ്കിട്പതി, നമ്മൾ എന്തൊക്കെയാണ് കാണാൻ കൊടുക്കുന്നത്? തള്ളോ? തള്ളിന്റെ ഒന്നും കാര്യമിനിയില്ല. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കൊടുക്കാം. താനാരാ? നാണോ? ആ. നാണാണ് നമ്മൾ. മനസ്സിലായില്ല? ഹൈ, ഇല്ല. നമ്മളല്ലേ ഇപ്പൊ കാറിൽ ഇങ്ങോട്ട് വരാൻ കൊടുത്തത്. ഏ? നമ്മൾ എന്ന് പറഞ്ഞാൽ ആ. കൃഷ്ണകുടി കൃഷ്ണരാജ കമ്മത്ത് മകൻ ദേവരാജ കമ്മത്ത. ഇനി നിങ്ങൾ നമ്മൾക്ക് കാര്യങ്ങൾ പറയാൻ കൊടുക്കണം. എന്താണ് പ്രശ്നം? ഞങ്ങൾ സുലൈമാൻ സാഹിബിന്റെ ആളുകളാ. അപ്പോൾ അതാണോ പ്രശ്നം? അയ്യോ അതല്ല. ഇനി ഒന്നും ഇങ്ങോട്ട് പറയാൻ കൊടുക്കണ്ട. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു. 10 ലക്ഷം രൂപയുടെ പ്രോബ്ലം അല്ലേ? ആ. പണം നമ്മൾ തറും. ഏ മൂർത്തി, ഹേയ്, മൂർത്തിയോട് കൊട സുർക്കാൻ കൊടുക്കണോ? കൊട സുർക്കാൻ കൊടുക്കണോ? തിരുമേനി, ഈ സാഹിബിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ കൊടുത്തിട്ട് എത്ര കാലമായി? ഒരു 1.5 വർഷം കഴിഞ്ഞു. 2 വർഷത്തെ ബാങ്കിന്റെ പലിശ കണക്കാക്കിക്കോട്ടെ. അപ്പോ 12,09,999 രൂപ 85 പൈസ. മൂർത്തി, നമ്മളൊന്ന് റൗണ്ട് ചെയ്യുന്നു. 12,10,000. 15 പൈസ ജാസ്തിയുണ്ട്. എത്ര പണം നമ്മൾ വെറുതെ കളയുന്നു? കൊണ്ടുപോയി തിന്നട്ടെ മക്കനക്ക. മൂർത്തി, മേസ കൊളുങ്ങണു, അങ്ങാതെ നിൽക്കൂ, എൽകാതെ. നിങ്ങൾക്ക് ഇത് സാഹിബിനെ ഏൽപ്പിക്കാൻ കൊടുക്കാം. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിടിക്കാനാ വന്നത്. തിരുമേനി പറഞ്ഞ അനുസരിക്ക്. തിരുമേനി ഇനി ഒപ്പിടാൻ കൊടുക്കില്ല. താനിതിൽ ഇടപെടണ്ട. ഏർപ്പെടും. ഇനി നമ്മൾ ഏർപ്പെടും. അടിച്ചോടിക്കണേ ഈ പറട്ടെ. പറട്ടയല്ല, കമ്മത്ത്, ദേവരാജ കമ്മത്ത്. നമ്മൾക്ക് തല്ലാൻ കൊടുക്കല്ലേ. നമ്മൾ കമ്മത്തുമാറ് സമാധാന പ്രിയരും യുദ്ധപാരമ്പര്യമില്ലാത്തവരും അഹിംസാവാദികളും ഒക്കെയാണ്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ മൂർത്തി ഇത് ഒരു നെക്കി നെക്കിയാൽ നിങ്ങളുടെ തൽബണ്ട പൊട്ടി നിങ്ങൾ സത്തുപോകും. നിങ്ങൾ സത്തുപോയാൽ നമ്മൾ ജയിൽ പോകാൻ കൊടുക്കില്ല. നമ്മൾക്ക് പണമുണ്ട്, പദവിയുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവൻ വേണോ അഗ്രിമെന്റ് വേണോ. ജീവമതി. വിത്ത് ക്യാഷ്. ശ്രീകൃഷ്ണ വിലാസം, കിഴക്ക് ദർശനം, ഐശ്വര്യം. ഗണപതിയാണ് പ്രതിഷ്ഠ അല്ലേ? ആ കൗണ്ടർ പൊക്കി നോക്കുന്ന ആളാണോ സാഹിബ്? അതെ. നല്ല വെളുത്ത ഹൽവ പോലത്തെ ഭംഗിയുള്ള ശത്രു. മാഷ് വരൂ, കടയിക്കൊന്ന് കാണണ്ടേ? കാണണമല്ലോ, വരൂ. എന്തെങ്ങനെ നോക്കുന്നേ? തന്റെ മംഗല്യം ശരിക്കും ഉറപ്പിച്ചു അല്ലേ? അതെ. എന്താ മാഷെ? സങ്കടം പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഈർക്കിലി പോളിരുന്ന പെണ്ണാണ്. ഇപ്പൊ വളർന്ന മലമ്പുഴ യക്ഷയെ പോലെ സുന്ദരിയാവും അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ഐ ലവ് യു പറഞ്ഞ് നമ്മൾ അന്നെ ബ്ലോക്ക് ചെയ്തേനെ. ഇനിയിപ്പൊ പറയാൻ കൊടുത്തിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾക്ക് വളരെ വളരെ ഇഷ്ടമായി. അതല്ല, ഇതെന്തായാലും കയ്യിൽ നിന്ന് പോയല്ലോ. ഹോട്ടലും പരിസരവും ഒക്കെ എന്തായാലും പുറത്തു കൊടുക്കുമ്പോ ആദ്യം നമ്മളെ ഓർത്തത് നന്നായി. നമ്മളിതാ ഇത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ആ തിരുമേനി സാഹിബിനിട്ട് സെറ്റപ്പ് പണിയാ തന്നത്. നമ്മുടെ ബിരിയാണിന്റെ മുമ്പിൽ കമ്മത്തിന്റെ ദോശയും സാമ്പാറും പിടിച്ചു നിക്കോ? ഇല്ലെന്ന്. ഓ, സാഹിബ് ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്?
കമ്മത്താൻ കമ്മത്തിന്റെ 33ാമത്തെ കടയായത്. എവിടെ തുടങ്ങിയാലും കടയില് ബിവറേജസിന്റെ മുന്നിലെ മാതിരി ക്യൂവാ. എനിക്ക് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ക്യൂ കണ്ടിട്ട് ബിവറേജസ് എന്നും പറഞ്ഞ് ചെന്ന് കയറിയപ്പോഴല്ലേ കമ്മത്താൻ കമ്മത്ത്. കുഴുവേലി, ഓ, നമ്മുടെ കടയുടെ മുമ്പില് മറ്റൊരു ഹോട്ടൽ, നമുക്കത് സഹിക്കൂല. കമ്മത്തുമാർ കട തുടങ്ങരുത്. അന്ന് തിരുമേനിന്റെ ഹോട്ടൽ പൂട്ടിച്ച മാതിരി നിങ്ങളൊരു വഴി പറഞ്ഞേ. അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി അല്ല ഇന്നൊരു ലേഡിയാ, പേര് മഹാലക്ഷ്മി. കുറച്ച് രൂപ മുടക്കേണ്ടി വരും. അല്ല, ആ ലേഡി കൈക്കൂലി മേടിക്കൂ? അവര് മേടിക്കില്ല, പക്ഷെ ഞാൻ മേടിക്കും. അവരെ ഒതുക്കാൻ ഇച്ചിരി പാടാ. പൊതുവെ അവർക്ക് ആണുങ്ങളോട് താല്പര്യമില്ല. കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കെട്ടാത്തതിന്റെ അസുഖമാണെന്നാ ആളുകൾ പറയുന്നത്. ആയിരിക്കുന്നവനാണ് ഞാൻ പറഞ്ഞ കമ്മത്ത്. ഭയങ്കര സ്ത്രീലമ്പടനാ. മിണ്ടണ്ട, മിണ്ടിയാൽ സെക്രട്ടറി പോലും വഴങ്ങിപ്പോകും. മുനിസിപ്പൽ സെക്രട്ടറി എത്തി. അവൻ വളയ്ക്കാൻ ശ്രമിക്കും, വഴങ്ങരുത്. നമസ്കാരം. നമ്മൾ കമ്മത്ത്, ദേവരാജ കമ്മത്ത്, കമ്മത്താൻ കമ്മത്ത് ഹോട്ടൽസിന്റെ പാർട്ട്ണറാണ്. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. താൻ നിൽക്കാൻ കൊടുത്തു. നിൽക്കാം. മാഡം, 3 ദിവസമായി നമ്മളിങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കാൻ കൊടുക്കണു. മാഡം ലീവായിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറി ഒരു ലേഡിയാണെന്ന് അറിഞ്ഞപ്പോ ഒരു 50-52 ആണ് നമ്മൾ വിചാരിക്കാൻ കൊടുത്തത്. ഇതിപ്പോ ചെറുപ്പമല്ലേ? എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ആര് കണ്ടാലും ചോദിച്ചു പോകും. കല്യാണം കഴിക്കാൻ കൊടുത്താണോ? ആണെങ്കിൽ ഹസ് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണം? കുട്ടികൾ? കല്യാണം കഴിക്കാത്ത മാഡത്തിന് കുട്ടികളോ? മാഡം ഇയാളെ ഇൻസൾട്ട് ചെയ്യാണ്. മിച്ചേ വെങ്കിട്പതി, അപ്പൊ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ലേ? നമ്മളെ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ല. കാമഭ്രാന്തനാ, വിട്ടോ. പോവാൻ കൊടുത്തോ? ഡിക്കു, എന്താണ് തന്റെ പ്രശ്നം? നമ്മളുടെ ഹോട്ടൽ ലൈസൻസിന്റെ കാര്യം താൻ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കാത്തിരിക്കേണ്ടി വരും. അല്ല, നമ്മൾ രാവിലെ കാലത്ത് മുതൽ കാത്തിരിക്കാൻ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത്? സ്ത്രീലമ്പടനാണെന്ന്. ഇനി അവനൊരു ചേട്ടനുണ്ട്, പേര് രാജരാജ കമ്മത്ത്. സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നു എന്നാ കേട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ലൈസൻസ് കൊടുക്കരുത്. സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ നമ്മൾ ലൈസൻസ് കൊടുക്കുന്നത്? 4-5 വർഷം മുമ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ഫുഡ് കോർപ്പറേഷന്റെയും നോട്ടീസ് പ്രകാരമാണ് നമ്മൾ പഴയ ശ്രീകൃഷ്ണ വിലാസം ഹോട്ടൽ പൂട്ടി സീല് ചെയ്തത്. ഇപ്പൊ ആ ഹോട്ടലിന്റെ പേര് കമ്മത്താൻ കമ്മത്ത് എന്ന് മാറ്റിയാണ് ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്നത്. കേസ് നിലവിലുണ്ട്. മാഡം വെറുതെ പുലിവാലി പിടിക്കണ്ട. കൗൺസിൽ അറിയാതെ മാഡത്തിനെ കബളിപ്പിച്ച് ലൈസൻസ് നേടാനാണ് അവൻ ശ്രമിക്കുന്നത്. കൗൺസിലിനെ എതിർത്തുകൊണ്ട് മാഡത്തിന് മുന്നോട്ടു പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തൽക്കാല അപേക്ഷ കൗൺസിലിന്റെ മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഞാൻ ആ ഫയലൊന്ന് നോക്കട്ടെ. മാഡം, ലഞ്ച് ബ്രേക്ക് ആകാൻ പോകുന്നു. തന്നെ ഇപ്പൊ ആരെങ്ങോട്ട് വിളിച്ചത്? കണ്ണിൽ തുപ്പരുത്. നമ്മൾക്ക് സമയം വെറുതെ കൊടുക്കാനില്ല. മൺഡേ ഹോട്ടലിന്റെ ഉദ്ഘാടനമാണ്. ലൈസൻസ് കിട്ടാതെ ഉദ്ഘാടനം? അതിനാണല്ലോ നമ്മൾ അപേക്ഷ വച്ചത്. തന്റെ ഫയൽ ഇനിയും വിശദമായി പഠിക്കാനുണ്ട്. താൻ പോയി അടുത്താഴ്ച വരൂ. അങ്ങനെ പറയരുത്. ഉദ്ഘാടനം മാറ്റിവെക്കാൻ പറ്റില്ല. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തീയതി നിശ്ചയിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? നമ്മുടെ സേട്ടൻ രാജരാജ കമ്മത്ത്. അദ്ദേഹത്തെ മാഡത്തിന് അറിയാൻ കൊടുക്കില്ല. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു മാതിരി ലുക്ക് ഉണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ മൂക്കത്താണ് സുണ്ടി. സ്നേഹിച്ചൽ രാജമാണിക്യം, എറിഞ്ഞ പോക്കർ രാജ. ബാക്കി നമ്മൾ പറയാൻ കൊടുക്കുന്നില്ല. തനിക്കിപ്പോ തൽക്കാലം ലൈസൻസ് തരാൻ നിർവാഹമില്ല. യു മേ പ്ലീസ് ലീവ് നൗ. അപ്പോ മാഡം നമുക്ക് ലൈസൻസ് കൊടുക്കില്ല? ഇല്ല. ഒരു മിനിറ്റ്. അയ്യോ, വെടിവെക്കരുത്. ഫോണാണ്. അണ്ണോ, ചാങ്ങ അങ്കാർത്തേക്ക ലൈസൻസ് ദിംന ഖൈ. ഇത് മലയാളമല്ല, ഉറുദു. കൗൺസിലർ ഹാത്തസ ഇത്തി കോർക്ക. ഇച്ചിരി കോർക്കണോന്ന് മൈൻഡ് ചെയ്യണ്ട. യാ ഹാ ഓ ഓക്കേ അണ്ണു. കരാട്ടെ ക്ലാസ്സോ? നമ്മളുടെ സേട്ടനാണ്. സേട്ടൻ പറഞ്ഞു ആ അഹങ്കാരി സെക്രട്ടറിയോടെ പോയി പണി നോക്കാൻ പറയാൻ കൊടുക്കാൻ. സേട്ടൻ ഒന്ന് വിരലിനോടിച്ചാൽ മുനിസിപ്പൽ സെക്രട്ടറി അല്ല, ചെയർമാൻ വരെ ഹോട്ടലിന്റെ അവിടെ വന്ന് ലൈസൻസ് തരാൻ കൊടുക്കുമെന്ന്. താൻ ആരോടാ സംസാരിക്കുന്നെന്നറിയോ? ആ, തന്റെ കാര്യവും നമ്മൾ സേട്ടനോട് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ സേട്ടൻ പറഞ്ഞു തന്നെ ഒന്നും ചെയ്യാൻ കൊടുക്കരുതെന്ന്. അതാണ് ഓർഡർ. തന്നെ മാറ്റി വെക്കണമെന്ന്. എന്തിന്? സേട്ടന് തന്നെ ഒട്ടയ്ക്ക് ഇടിക്കാൻ കൊടുക്കണമെന്ന്. ഇടിക്കാനോ? അപ്പോൾ മാഡം, കമ്മത്താൻ കമ്മത്ത് ഹോട്ടലിന്റെ ഉദ്ഘാടനം ഈ മൺഡേ തന്നെ ഫിക്സ് ചെയ്തു. ആദ്യത്തെ ക്ഷണം മാഡത്തിന് ഇരിക്കട്ടെ. മാഡം വരണം, പങ്കെടുക്കണം, ആശീർവദിക്കണം. തന്നെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കാൻ കൊടുക്കുന്നില്ല. ഇല്ല. കണ്ടില്ലേ മാഡം അവന്റെ അഹങ്കാരം? ലൈസൻസ് ഇല്ലാതെ ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. മുനിസിപ്പാലിറ്റിയെ വെല്ലുവിളിച്ചോണ്ടാ കമ്മത്താൻ കമ്മത്ത് ഹോട്ടലിന്റെ ഉദ്ഘാടനം നടത്താൻ പോണത്.
പക്ഷെ മുനിസിപ്പൽ സെക്രട്ടറി വാശിയില്ല. പെണ്ണാണെങ്കിലും ഉശിരുള്ള ജാതിയാ. ഉദ്ഘാടനം പോലീസ് തടയും. നീ ആ ബോർഡ് കണ്ട? ഒരു കമ്മത്ത് ഗ്രീൻ, മറ്റേ കമ്മത്ത് റെഡ്. റെഡ് അപകടകാരിയാ. ഒന്നും കാണാതെ കമ്മത്തുമാർ ഉദ്ഘാടനം വെക്കൂല. ഉദ്ഘാടനത്തിന് അന്ന് ഏട്ടൻ കമ്മത്ത് ഇവിടെ എത്തരുത്. എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഹോട്ടൽ തുറക്കൂല. മൂത്ത കമ്മത്ത് പാലക്കാട് ജില്ലയിൽ കാലുകുത്താതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കമ്മത്തിനെ തല്ലി ഒടിച്ച് ഇഞ്ച പരുവത്തിലാക്കി തൃശൂർ മെഡിക്കൽ കോളേജിലാക്കാൻ പറ്റിയ ചുണക്കുട്ടികൾ എന്റെ കയ്യിലുണ്ട് സാഹിബേ. വരട്ടെ രാജരാജ കമ്മത്ത്. രാജരാജ കമ്മത്തുണ്ടോടാ വണ്ടിയില്? ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറക്കടാ. എന്തിനാണാവോ? ഒന്ന് സ്നേഹിക്കാൻ. എന്താ തന്നെ കുറച്ചു കാലമായി ശരീരം ഒന്ന് അനങ്ങിയിട്ട്. ഇപ്പൊ വിളിക്കാം മുതലാളി. ആ തനിക്ക് എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? താൻ ഇയാളെ തള്ളി തോൽപ്പിച്ചാൽ നമ്മൾ തന്നെ തള്ളാൻ വരുമെന്ന് വിചാരിച്ചു അല്ലേ മണ്ടൻ? അത് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ അങ്ങനെ ആപ്പമാരെയും ഉപ്പമാരെയും ഒന്നും തള്ളാൻ കൊടുക്കില്ല. അത് ഇരിക്കട്ടെ, തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? അത് പറയും. വെറുതെ പറയാൻ കൊടുക്കടോ. പറയണം. നമസ്കാരം. ഹലോ സെക്, ഹലോ സെക്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ കൊടുത്ത മുനിസിപ്പൽ സെക്രട്ടറിക്കും ചെയർമാൻക്കും പോലീസുകാരന്മാർക്കും നമ്മളുടെ സേട്ടന്റെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കുന്നു. ഇൻസ്പെക്ടർ, മുനിസിപ്പൽ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഹോട്ടൽ നടത്താൻ അവകാശമില്ല. നിയമം ലംഘിച്ച് നിങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്തേ പറ്റൂ. നിയമം ആറ് ലംഘിച്ചു? ഒരു സ്ഥാപനം മുഹൂർത്തം നോക്കി ഉദ്ഘാടനം ചെയ്യാൻ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് വേണോ? വേണ്ട പോലീസുകാരന്മാരെ. ഇവിടെ ആഹാരം ഉണ്ടാക്കി കച്ചവടം ചെയ്താലല്ലേ നിയമലംഘനമാവൂ. അത് നമ്മൾ ചെയ്യാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഏത് വകുപ്പിലാണ് കേസ്? പറയൂ പോലീസുകാരന്മാരെ. വെറുതെ പറയാൻ കൊടുക്കണോ? ഇൻസ്പെക്ടർ സാറിനെ നീ വകുപ്പ് പഠിപ്പിക്കണ്ട. മുനിസിപ്പാലിറ്റിക്കാർ അടച്ചുപൂട്ടി സീൽ ചെയ്ത ഈ ഹോട്ടൽ തുറന്ന കുറ്റത്തിന് ഈ തിരുമേനി ആദ്യം അറസ്റ്റ് ചെയ്യണം സാർ. തിരുവനന്തപുരം ജീപ്പ് കയറി. അതിന് നോം എന്ത് കുറ്റം ചെയ്തു? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. അത് പോരല്ലോ സാറേ, ഇവിടെ വച്ചു തീരുമാനിക്കണം. ഇപ്പോൾ ഈ വസ്തു നമ്മളുടെയും സേട്ടന്റെയും പേരിലാണ്. മുനിസിപ്പാലിറ്റിയില് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എടോ കഴുവേലി. കാളുവേലി അല്ല, കുഴിവേലി. എന്ത് വയ്യാവേലെങ്കിലും ആവട്ടെ, തനിക്ക് പരിശോധിക്കാം. കണ്ണിൽ കണ്ടവന്റെ കയ്യിൽ നിന്ന് കാശ് നക്കി നക്കി മേടിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർമാരുടെ മെക്കിട്ട് കയറുന്നത് മോശമല്ലേ പോലീസുകാരാ? കേറിയ നീ എന്ത് ചെയ്യൂടാ? കേറാൻ നോക്കൂ. അടിച്ച് ദോശ പാർത്തല പോലെ ആക്കും. പോലീസുകാരോട് തോന്നിയ ദിവസം പറയുന്നോടാ. ഒരു മിനിറ്റ്. നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരിക്കാൻ കൊടുക്കുന്ന നമ്മളുടെ സേട്ടൻ എന്റെ അണ്ണു രാജരാജ കമ്മത്ത് ഇവിടെ എത്താൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ നാട്ടുകാർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ പാലക്കാട് ജില്ലയിൽ കാൽ കുത്തിയതും അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഉണ്ടായി. വായിൽ കൈയിട്ട് കുത്തിയാൽ വെജിറ്റേറിയൻ ആണെങ്കിലും കടിക്കില്ലേ? നമ്മൾ ഒരു ചെറിയ കടി കടിച്ചു, അത്രേ ഉള്ളൂ. അരെ കോപ്പേ. ഇവരാരാണ്? അന്നു ഇവരെ തൊട്ട് നോക്കാൻ കൊടുത്തിട്ടില്ലല്ലേ? അത് തനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കൊടുത്തു? അന്നു തൊട്ടാൽ ഇവരിങ്ങനെ നേരെ നിൽക്കുമോ? സത്തുപോവില്ലേ? അരെ കോപ്പേ. ഓ
നമ്മളെ ആക്രമിക്കാൻ ഈ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് ആരാണെന്നാണ് പറഞ്ഞത്? ഒരു സുലൈമാൻ സാഹിബും കുഴുവേലിയും. ആ മാന്യന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദിയിലേക്ക് കടന്നു വരണം. അവക്ക് ചികിത്സയ്ക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട്. ഓരോരുത്തരായി മുന്നോട്ട് വരൂ, ഓരോരുത്തരായി മുന്നോട്ട് വരൂ. ഇവിടെ വരാൻ കൊടുക്കണോ? വന്നെടുത്തിട്ട് പോടോ. ആരാണ് അയാൾ കുളികളി? അവനാണ്. സാറേ എന്റെ അടുത്തേക്ക് വരരുത്, പൊക്കോ. സാറേ ആരെ? ഉദ്ഘാടനത്തിന് പോലീസുകാർമാർക്ക് ഉണ്ടല്ലോ. അംഗൽ ഭാഗ്യ. പോലീസുകാർമാർ മാത്രമല്ല, മുനിസിപ്പാലിറ്റിക്കാർമാരുമുണ്ട്. ഇത് ചെയർമാൻ, ഇത് സെക്രട്ടറി മഹാലക്ഷ്മി. സെക്രട്ടറി പേർ പോലെ തന്നെ മഹാലക്ഷ്മിയാണ്. പക്ഷെ മനസ്സ് കാളിയുടേതാണ്, ഭദ്രകാളി. നമ്മൾക്ക് എത്രയും പ്രിയപ്പെട്ട ഭദ്രകാളി സാർ, ഓ സെക്രട്ടറി സാർ, ലൈസൻസ് ഇല്ലാതെ ഹോട്ടൽ നടത്താൻ ഞങ്ങൾ വെറും പൊട്ടന്മാരല്ല. നിങ്ങൾ നമ്മൾക്ക് ലൈസൻസ് തരാൻ കൊടുത്തില്ല. അപ്പോൾ അതിനു മുകളിൽ കൗൺസിൽ ഉണ്ട്, അതിനു മുകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്, അതിനു മുകളിൽ കോടതിയുണ്ട്. കോടതി നിങ്ങൾക്ക് എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? ഈ കമ്മത്ത് ആൻ കമ്മത്തി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ നോക്കണം. നമ്മളുടെ കടയിലെ ദോശ തിന്നാൻ കൊടുക്കാത്ത ഒരു മന്ത്രിയില്ല, ഒരു MLA ഇല്ല, ഒരു MP ഇല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ല. നമ്മൾ മന്ത്രിയെ കാണാൻ കൊടുത്തു, മന്ത്രി നമ്മൾക്ക് ലൈസൻസ് തരാൻ കൊടുത്തു. ഇതാണ് ഓർഡർ. കോപ്പി ഓഫീസിൽ അയച്ചിട്ടുണ്ട്. നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ, നല്ല രസമായിരിക്കും. നോക്കൂ, നല്ല പേപ്പർ റോസ്റ്റ് പോലത്തെ ഓർഡറാണ്. അന്നു മുഹൂർത്തം ജാവസിച്ചല്ലേ. എന്നാൽ നമ്മൾക്ക് ഉദ്ഘാടന ചടങ്ങ് ഉടനെ നടത്താം. അതെ, പൂട്ടിക്കാണ് മർസ് ചെയ്യാനും വന്ന വലിയ വലിയ ആൾക്കാർമാർക്ക് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ് നല്ല സൂട് ദോശയും സമ്മന്തിയും തിന്നാൻ കൊടുക്കാം. നേരത്തെ കഴിച്ചിട്ട് പോവാം. പോലീസുകാരന്മാരെ നേരത്തെ തിന്നിട്ട് പോവൂ. സർ നിർത്ത്. ഉദ്ഘാടനം ചെയ്യാൻ വരട്ടെ. DYSP സാർ വരുന്നുണ്ട്. ഇത് പൂട്ടിക്കാൻ. നമസ്കാരം. കമ്മത്തന്മാർ ഇവിടെയും കട തുടങ്ങിയത് നന്നായി. തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതിനു ശേഷം തന്റെ ദോശയുടെ രുചി ഞാൻ അറിഞ്ഞിട്ടില്ല. എടോ, ഇവരുടെ മസാല ദോശ എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും എന്ത് ജീവനാന്നറിയോ. എന്നാൽ പിന്നെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരന്മാരെ, നാട്ടുകാരികളെ, കമ്മത്തിന്റെ 33ാമത് കടയുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ തുടങ്ങാൻ കൊടുക്കുകയാണ്. കേരളത്തിലെ ഒന്നാമത്തെ പ്രശസ്തനും പാവപ്പെട്ട ആൾക്കാർമാരുടെ പട്ടലവനും സുന്ദരനും ഇന്ത്യയുടെ അഭിമാനവുമായ ഭാവിയിലെ MLAയും മന്ത്രിയൊക്കെ ആകാൻ സാധ്യതയുള്ള എന്റെ അണ്ണു രാജരാജ കമ്മത്ത് എന്റെ അണ്ണു രാജരാജ കമ്മത്ത് നാടമൂർച്ച ഉദ്ഘാടനം ചെയ്യാൻ നിർവഹിക്കാൻ കൊടുക്കുകയായി. അണ്ണു അടുത്തതായി ദോശ സുട്ട ഉദ്ഘാടനമാണ്. നമ്മളുടെ അണിയനും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ പ്രശസ്തനും ഭാവിയിലെ അംബാനിയും ബുദ്ധിമാനും ജനപ്രിയനുമായ നമ്മളുടെ ഈ അണിജൻ ദേവരാജ കമ്മത്ത് ദോശ സുട്ട ഉദ്ഘാടനം ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അടുത്തതായി TT ഉദ്ഘാടനം. TT മത്സരത്തിൽ അഖിലേന്ത്യാ റെക്കോർഡ് തകർത്ത TT മത്തായിയുടെ മകൻ TT ജോർജ്, DYSP ജോർജ് സാറ് ദോശ തിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കൊടുക്കുന്നു. ഒരു മത്സരമില്ലെങ്കിൽ എന്ത് രസം. എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനുണ്ട്. നമസ്കാരം സാർ. നീ ആ കള്ളം പത്രോസ് അല്ലേ? അതെ. ഏയ്, നിന്നോട് മത്സരിക്കാൻ ഞാനില്ല. പോലീസിന് കള്ളനെ പേടിയാണെങ്കിൽ മത്സരിക്കണ്ട. നാണക്കേടാ സാറേ. മത്സരത്തിൽ കള്ളനുമില്ല, പോലീസുമില്ല. ഒരു സന്തോഷത്തിലുള്ള മത്സരം മതി, നല്ല രസമായിരിക്കും. കമ്മത്തെ, ഇനിയും ദോശ ഇടാൻ പറയും. ദോശ ചുടാൻ പൂർത്തി ദോശ ചുടാൻ പറയൂ. ദോശ ഇടാൻ പറയൂ. ദോശ ഇടാൻ പറയും. വേണ്ട, നമ്മൾ തന്നെ സുട്ടോളാം. ഒരു 10 ദോശ പോലീസ്, അതൊന്നും മതിയാവില്ലാട്ടാ. ഒരു 10 ദോശ കള്ളൻ. വേഗം വേഗം തിന്നാൻ കൊടുക്കൂ. 10 ദോശ DYSP സാർ ലീഡിലാണ്. ഇത് കളൻ പത്രോസ് കാറ്റി വെട്ടി 20 ദോശയുടെ ലീഡ്. 20 ദോശയുടെ ലീഡ്. പത്രോസ് വീണ്ടും ലീഡ് ചെയ്യുന്നു. നമ്മളുടെ കടയിലെ ദോശ മുഴുവൻ തീർന്നിട്ടോ. പത്രോസ് വെച്ചടിക്കാർക്കാണ് സാറേ നമ്മളുടെ മാനം കേട്ടത്. DYSP സാർ പെരക്കിലാണ്. വേറെ പറയാൻ കൊടുക്കണം. വേണ്ടി വരില്ല, ഈ കള്ളൻ ജയിക്കും. ദോശ റെഡി.
ദോശ വെള്ളം ചോദിക്കാൻ പാടില്ല, വെള്ളം ചോദിക്കാൻ പാടില്ല. തോട്ടോ തോട്ടോ ആ തോട്ടോ. അങ്ങനെ നമ്മളുടെ കള്ളൻ പത്രോസ് 5 ദോശക്ക് ജയിക്കാൻ കൊടുത്തിരിക്കുന്നു. മുതലാളി അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അമ്മയെ വീട്ടിലാക്കിയിട്ട് താൻ ഇങ്ങോട്ട് പോന്നോ? കാലത്താ കുറങ്ങെ തനിക്ക് എന്താണ് ഇവിടെ കാര്യം? മുതലാളിമാരെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞയച്ചത് അമ്മ തന്നെ. അതെ, വീട്ടിലെന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. മുതലാളി വണ്ടിയുടെ കീ देवा अम्मा खरकट पावली आमता आवले एक बारन जावनो अंगडी पोटी कोरनेविन एरकडेनु खाने केल्ला पुरो जाय तर नो രാജാ ദേവ് ഖൈ ಅಂಗಡಿಯಿಂದ ಚಾಂಗ್ ತೆರಕಿದು ಟೋಪು ಊಟಿಕೋನತೊಲು കൊത്തമ്പരി സാമ്പാറാച്ചോ ചാങ് പൊറുമുളു. കമ്മത്തിന്റെ ദോശയുടെ രുചി പാൽക്കാട്ടുകാർക്ക് ഇഷ്ടമായി. നല്ല ജോർ കച്ചവടമാണ്. അടുത്ത കട കോയമ്പത്തൂർ. ഇത്യാരെ കഷ്ടകാൻ സമ്പാദിച്ചു കർത്താ. സമ്പാദിക്കണല്ല, കമ്മത്തിന്റെ ഭക്ഷണത്തിന്റെ രുചി ലോകമാകമാനം അറിയണം. അതാണ് നമ്മളുടെ ഗുണം. രാജാ ആരോ ഒരുത്തൻ അപ്പുറത്തെ വീട്ടിന്റെ മതിലിരിക്കുന്നു. വല്ല കള്ളന്മാരുമായിരിക്കും. അത് ആ മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീടാണ്. അഹങ്കാരി അനുഭവിക്കട്ടെ. ലഗ്ഗികർ കറാ പത്തേയില്ല അമ്മിനെ വെച്ച് ഓങ്കാ തൂച്ചും ചോയ് സെല്ല്. അയാൾ മത്തിൽ പൊക്കിസാടി. നീ ഒച്ച വെക്ക്. ഒച്ച വെച്ചാൽ അവൻ രക്ഷപ്പെടും. എന്തൊരു ശബ്ദം? വീട്ടിൽ കല്ലെറിഞ്ഞു. ഞാൻ കുളിക്കാൻ പോകുമ്പോഴേ ഒരുത്തൻ ആ മതിലിന്റെ പൊക്കത്തുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ പറയാ ഞാൻ വിചാരിച്ച എന്റെ കുളിസിയും കാണാൻ വന്നതായിരിക്കും. എടോ ആറാൻ താൻ ഓർഡർ കള്ളന്മാർ വരുന്നേ. തന്റെ തല ഈ കല്ല് കൊണ്ട് നമ്മൾ തള്ളി പൊട്ടിക്കും. നോക്കിക്കും. ഹലോ പോലീസ് സ്റ്റേഷൻ. അപ്പുറത്തെ വീട്ടിലെ കമ്മത്ത് ഞങ്ങളുടെ വീടിന് കല്ലെറിഞ്ഞു. അയാൾ ഈ പരിസരത്ത് എവിടെയുണ്ട്? പോയി നോക്കണോ. സാറേ ഇയാളാണ് കള്ളൻ പത്രോസ്. ഇയാളാണ് വീടിന് കല്ലെറിയാൻ കൊടുത്തത്. ഇപ്പൊ അങ്ങനായോ? എന്റെ സാറേ ഞാനല്ല, ഈ കമ്മത്ത് തന്നെയാണ് അറിഞ്ഞത്. കള്ളൻ പറഞ്ഞാൽ തന്റെ ബോൾ കാട്ടി നമ്മൾ സൗട്ടി പൊട്ടി. ഒന്നുമല്ല സാറേ, ഈ കമ്മത്ത് കല്ലെറിയുന്നത് ഞാൻ കണ്ടതാ. എങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഇവിടെ വരാൻ കൊടുത്തത്? അത് ഞാൻ കക്കാൻ കയറിയത്. അത് ശരി മാഡം, നമ്മൾ ചെയ്യുന്നത് ഉപകാരമാണ്. മാഡം അത് മനസ്സിലാക്കണം. മതി പോയി വണ്ടി കയറാ. പോയി വണ്ടിയിൽ കയറടോ കള്ള. നീയും കൂടി കേറണം. കള്ളന്മാർ. എനിക്ക് സൈഡ് സീറ്റ് വേണേ. സൈഡ് സീറ്റ് കേറടാ. സാക്ഷിയെ പഠിച്ചാക്കാൻ നിയമമില്ല കേട്ടോ സാറേ. നിയമമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. കേറ്. ഓ സാറേ ഇവിടെ വരിക. വലതുകാലം വെച്ചിറങ്ങ. ഈ ആളെ എന്തിനാണ് ജയിലിലിട്ടത്? അനധികൃതമായി മദ്യം വിറ്റതിന്റെ പേരിൽ അനിയനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാവരും ഉണ്ടല്ലോ. ഇരിക്കലൊക്കെ പിന്നെ മാറ്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. എന്താണ് സാർ പ്രശ്നം? ഡ്രൈഡേയിൽ നിങ്ങൾ ഇവിടെ മദ്യം സപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ? കോൺസ്റ്റബിൾ സെർച്ച്. ഇത് നമ്മളുടേതല്ല, പുറത്ത് നിന്ന് വന്ന കള്ളാണ്. അയ്യോ അല്ല സാർ, ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാ. ഇരട്ടി വിലയും കൊടുത്തു. കള്ളം പറയുന്നുണ്ട്. കൽക്കുടിയന്മാരെ ഇവിടെ കിടന്ന് ചീറ്റണ്ട. അതൊക്കെ കോടതി ബോധിപ്പിച്ചാൽ മതി. അത് ശരി, ഹോൾസെയിൽ ആണ്. എന്താണിത്? പോലീസുകാരന്മാരെ നമ്മളിവിടെ കൾവെൽമാൻ കൊടുത്തിട്ടില്ല. അനധികൃതമായി കള്ള് വിറ്റ കുറ്റത്തിന് ജൂനിയർ കമ്പത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാളുടെ പേരുള്ള ചാർജ് എന്താ? മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീട് ആക്രമിച്ച കേസ്. കൂട്ടുപ്രതി കള്ളം പത്രോസ്. നന്നായി. നാളെ പത്രക്കാർക്ക് ഒരു വാർത്തയായി. കമ്മത്തുമാർ ഒരുമിച്ച് ഈ സെല്ലി കിടക്കട്ടെ. രാജശേഖര, ആ തൊണ്ടി മുതൽ ഒരിടത്ത് അകത്തോട്ട് വെച്ചേ. കമ്മത്തുമാരൊന്ന് ചവിട്ടി തിരുമണമെങ്കിൽ 2 അകത്ത് ചെല്ലണം. എന്റെ മുതലാളിമാരുടെ ദേഹത്ത് ഒരു പോറല് വീണ നിന്റെ കുടുംബമടക്കം എല്ലാത്തിനും ചവിട്ടി കൊല്ലും ഞാൻ. ഗോപിക്ക്
മുകളിൽ ആകാശം താഴെ ഭൂമി. അതിന് സെൻട്രൽ ജയിലിലായാലും അങ്ങനെ തന്നെയാ. രാത്രി ഏകദേശം 10:30 മണിയോടുകൂടിയാണ് എന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആ സമയം കളവിന് കയറിയ കള്ളം പത്രോസിന്റെ മൊഴി നിർണായകമാണ്. എന്റെ വാർഡിലെ ഹോട്ടലിൽ തന്നെയാണ് ഈ അനധികൃത മദ്യവിൽപ്പന നടന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് തന്നെ ലജ്ജ തോന്നുകയാണ്. ഹോട്ടൽ വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് നിലയിൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത്? ഇത് ഞമ്മക്കും അപമാനമാണ്. കമ്മത്തുമാരുടെ മറ്റു ഹോട്ടലുകളെല്ലാം പൂട്ടിക്കാനാണ് അസോസിയേഷൻ തീരുമാനം. എന്തേ? എന്താടോ കമ്മത്തന്മാരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം? സർ, ഇതാണ് ചാർജ് ഷീറ്റ്. കമ്മത്തെ, നമസ്കാരം. അവരെ എന്റെ റൂമിലേക്ക് കൊണ്ടുവരും. സർ, ഒരു നമസ്കാരം കൂടി. എന്താടോ ഇതൊക്കെ? ഇതിനൊന്നും കൂട്ടു നിൽക്കാനാവില്ല എനിക്ക്. സർ, അങ്ങനെ പറയരുത്. നമ്മൾ കമ്മത്തുമാർ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരാണ്. നമ്മൾ കള്ളം പറയാറില്ല, കള്ള് കച്ചവടം നടത്താറില്ല. ഇത് സതിയാണ് സാറേ. നമ്മളുടെ ആൾക്കാർ ആരും മതിൽ പൊക്കി നോക്കാൻ കൊടുക്കാറില്ല. ആരോ ഓർക്കേ കെണി നമ്മൾ അതിൽ പെടാൻ കൊടുത്തു. സത്യമായിരിക്കാം, പക്ഷെ തെളിവുകളൊക്കെ നിങ്ങൾക്കെതിരാണ്. ആ കള്ളം പത്രോസ് അവന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാൾ ഒരു കള്ള തിരുമാലിയാണ് സാർ. അയാളെ നോക്കി ഒന്ന് കണ്ണു ഉർട്ടിയാൽ മതി, സംഗതി പറയാൻ കൊടുക്കും. പുറത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കൊടുക്ക് സാറേ. അവ സത്യ പറയും. നീ സത്യക്രിസ്ത്യാനിയല്ലേ? അല്ല, ഞാൻ കള്ളം പത്രോസാ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇടാ നീ നരകത്തിൽ പോവും. നീ സത്യം പറ, സെക്രട്ടറിയുടെ വീടിന് ആരാ കല്ലെറിഞ്ഞ്? ഈ കമ്മത്ത് സാറ്. സാർ ഒരു ഡിവൈഎസ്പി അല്ലേ? എങ്ങനെയാണോ കള്ളന്മാരെ ചോദ്യം ചെയ്യാൻ കൊടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ കള്ളന്മാർ സത്യം പറയില്ല. അതിന് വേറെ പണിയുണ്ട്. അയ്യോ, സത്യം പറയാൻ കൊടുക്കുന്നതാണ് തനിക്ക് നല്ലത്. അയ്യോ, ഇല്ലെങ്കിൽ തന്റെ തല പൊട്ടിച്ചിതറും. നോക്കി നിൽക്കുന്ന പൊട്ടിക്കണു. അവന്റെ ഒരു മൊട്ടയും തലയും പൊട്ടിച്ചാൽ പിന്നെ തലയില്ല നടക്കണായിരിക്കും തന്റെ തലവിധി. ഞാനെല്ലാം പറഞ്ഞോളാം. ഇയാൾക്ക് വേണ്ടിയാൽ പേടി അടിയാണ്. അടിച്ചു കൊല്ലുന്ന ഞാനെല്ലാം പറഞ്ഞോളാം. ഫോൺ എടുക്കും. ഫോൺ തരാൻ കൊടുക്കും. ഷൂട്ടിംഗ് ആണല്ലേ? ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? തത്ത പറയണ പോലെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു. തത്ത പറയുന്ന പോലെ പറയാൻ പറഞ്ഞു. നടന്നതെല്ലാം ഞാൻ പറയാം. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. കമ്മത്തുമാരുടെ ശ്രദ്ധയപ്പെടാൻ ഞാൻ 3-4 ദിവസമായിട്ട് സെക്രട്ടറിയുടെ വീടിന്റെ പരിസരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. സത്യം, ഇയാളൊരു ബുദ്ധിമാനായ കള്ളനാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കാണിച്ച ഈ നീചമായ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. സോറി മാഡം, കേസ് മറ്റൊരു വഴിത്തെരുവിലെത്തി. ഇതാ കള്ളം പത്രോസിന്റെ യഥാർത്ഥ മൊഴി. ഞാനാണ് കല്ലെറിഞ്ഞത്. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. സത്യം. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കല്ലെറിഞ്ഞെന്ന്? ബഹുമാൻപ്പെട്ട കൗൺസിലറും ബഹുമാൻപ്പെട്ട സുലൈമാൻ സാഹിബും ഒന്ന് മുന്നോട്ട് വരാൻ കൊടുക്കണം. ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. ഇത് നമ്മളുടെ ഹോട്ടലിൽ 24 മണിക്കൂറും റെക്കോർഡ് ചെയ്യുന്ന CCTV ക്യാമറ കാഴ്ചകളാണ്. ഒന്ന് കാണാൻ കൊടുക്കൂ. ഇത് തെളിവല്ലേ? തെളിവ്. ഇത് പുറത്തെ ക്യാമറ. ഇനി അകത്തെ ക്യാമറ വേറെയുണ്ട്. അയാളുടെ കാര്യം പോലീസുകാരന്മാർ നോക്കിക്കോളും. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി മഹാലക്ഷ്മിയോട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇറങ്ങടി ഇങ്ങോട്ട്. നിന്നോട്ടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് വർഷം 3 കഴിഞ്ഞു. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. സുരേഖയെ വിട്ടുതരുന്നോ ഇല്ലയോ? ഞങ്ങൾ ആരും അവളെ പിടിച്ചു വെച്ചിട്ടില്ല. എന്ത് തീരുമാനിക്കാനുള്ള വിവരം വിദ്യാഭ്യാസം അവൾക്കുണ്ട്. ഇങ്ങനെ ഒരു ഉടങ്കല്ലി ന്യായവും പറഞ്ഞ് ഇനി ഒഴിഞ്ഞു മാറാന്ന് കരുതണ്ട. ഇന്ന് 2-1 അറിഞ്ഞിട്ട് തന്നെ കാര്യം. സുരേഖ എന്റെ വീട്ടിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ തൂക്കിയെടുത്ത് വണ്ടി ഇടണം. നിങ്ങൾ എന്ത് പോക്കറി കാണിക്കണം? നീയാണോ ചോദിക്കാൻ? അടിച്ച് കൊല്ലവനെ.
അവരുടെ പുറകെ പുറകെ 2 ഗുണ്ടമാർ ഉണ്ടല്ലോ. എന്ത് പറ്റി മാഡം? എന്നെ രക്ഷിക്കണം. നിന്നെ ആരും രക്ഷിക്കില്ല. അവളെ ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊന്നുകളയും. തടയാൻ ശ്രമിച്ച നിന്നെ ആരാണ് നിങ്ങൾ? എന്താണ് കാര്യം? അതെ, വഴിപോക്കർ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. കുടുംബകാര്യം വീട്ടിലല്ലേ, റോട്ടിലല്ലല്ലോ. പിന്നെ ഒരു കാര്യം, ഒരാൾ ശത്രുവായാലും ശരി മിത്രമായാലും ശരി നമ്മളുടെ സഹായം ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. അതാണ് നമ്മളുടെ മര്യാദ. ചവിട്ടി മലത്രയാണ്. മാഡത്തിന് ഡ്രൈവർ ഉണ്ടോ? ഡ്രൈവറിനെ അവർ തല്ലി ഓടിച്ചു. എങ്ങോട്ടാണ് പോകാൻ കൊടുക്കുന്നത്? പാലക്കാട്. വിരോധമല്ലെങ്കിൽ നമ്മളുടെ കാറിൽ മാഡത്തിന്റെ കാർ കോപ്പി കൊണ്ടുപോകും. നമ്മളെ പേടിയുണ്ട്. പേടിക്കാൻ പറ്റേണ്ട, നമ്മൾ വളരെ ഡീസന്റ് ആണ്. കയറാൻ കൊടുത്തോളൂ. അരെ ഗോപേ, ജോലി കഴിഞ്ഞ് മാഡത്തിന്റെ കാറുമായി പാലക്കാട് വരാൻ കൊടുത്തോളൂ. മുതലാളി പൊയ്ക്കോ, ഇതിപ്പോ ഫിനിഷ് ആവും. ആരാണ് അവർ? അവർ എന്തിനാണ് തന്നെ ഉപദ്രവിക്കാൻ കൊടുക്കുന്നത്? ആരെയാണ് അവർ കൊല്ലാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്? അത് എന്റെ സഹോദരി. സഹോദരിയുടെ ആരാണ് അയാൾ? വീട്ട് കോയമ്പത്തൂരാണല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും സഹോദരി മാത്രം. താൻ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ല അല്ലേ? എന്താണ് കല്യാണം കഴിക്കാൻ കൊടുക്കാത്തത്? സാഹചര്യം ഒത്തു വന്നില്ല. വീട്ടിൽ കുറച്ച് ഫാമിലി പ്രോബ്ലംസ്. നല്ല വെസ്പ. നമ്മളൊന്നും കളിച്ചിട്ടില്ല. പാലക്കാട് എത്തുമ്പോൾ നേരം ഒരുപാടാകും. നിങ്ങൾ വീട്ടിൽ നിന്ന് കളിച്ചിട്ടായിരിക്കും പോകുന്നതല്ലേ? അല്ല. അപ്പോ വിരോധമില്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും കളിക്കാം. വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിണി കിടന്നുള്ളൂ, നമ്മൾ വയർ ഫുള്ളാക്കാം. അപ്പോൾ വിരോധമില്ല അല്ലേ? ഓക്കെ. നമ്മൾ പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതിലാണ് കൂടുതൽ പച്ചക്കറികൾ. ഒരു വെജിറ്റബിൾ സൂപ്പ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഗോപി മഞ്ചൂരി, 2 ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ്. ഇത്രയും മതി. നമ്മൾ ഡയറ്റിലാണ്. അല്ല, നിങ്ങൾ ഓർഡർ ചെയ്തില്ലല്ലോ. ഇവിടെ നല്ല പോത്ത്, കോഴിയെല്ലാം കിട്ടും. ഞാനും വെജിറ്റേറിയനാ. പക്ഷെ പോത്തിറച്ചി തിന്നുന്ന ആൾക്കാർമാരുടെ ഒരു രീതിയുണ്ട് സംസാരത്തില്. ഓർഡർ ചെയ്തോളൂ, ഓർഡർ ചെയ്തോളൂ. എനിക്കൊരു കർഡ് റൈസ് മതി. ഓക്കെ മാഡം. സർപ്രൈസ്. എന്താ ഇവിടെ? ആഹാരം കളിക്കാൻ കഴിയാത്താണ്. ഞങ്ങൾ തിരുപ്പതി പോകുന്ന വഴിയാ. ഹീസ് മിസ്റ്റർ രാജ, രാജരാജ കമ്മത്ത്. ഹലോ. നമ്മൾക്ക് മനസ്സിലാക്കാൻ കൊടുത്തില്ല. ഓ സോറി, ഹീസ് മൈ ഹസ്ബൻഡ്. തെലുങ്കനാണ്. നമസ്കാരമുണ്ട്. ഹായ്. ഇതാരാ? വൈഫാണോ? അല്ല, ഒരു ഫ്രണ്ടാണ്. ഓ ഐ എം സോറി. ഓക്കെ മിസ്റ്റർ കമ്മത്ത്, സീ യു സം ടൈം. ബൈ, ടേക്ക് കെയർ. നന്നായിരിക്കട്ടെ. താങ്ക് യു. ആരാ അവര്? ആറ് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട എന്റെ ഭാര്യ ആയിരുന്നു. അപ്പൊ ഇപ്പൊ അല്ല. എന്തിനാ പിരിഞ്ഞേ? ഒരുപാട് സഹിക്കാനും പൊറുക്കാനുമുള്ള ത്രാണി വെങ്കട്പതി നമ്മൾക്ക് കൊടുത്തിട്ടില്ല. പ്രിയേണ്ടി വന്നു, പിരിഞ്ഞു. അതാണ് കാര്യം. എന്താണ് തനിക്ക് നോക്കുന്നത്? എന്ത് ലാഘവത്തോടു കൂടിയാ ഒരു ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? അതും ഒരു കഥയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കുറച്ച് കാശ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. എല്ലാവർക്കും വളരെ സന്തോഷം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം. രാധിക, അതാണ് നമ്മളുടെ ഭാര്യയുടെ പേര്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം ലണ്ടനിലാണ്. ആ കുട്ടി അവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രീതികളോടൊന്നും ഒത്തുപോകാൻ ആ കുട്ടിക്ക് കഴിച്ചല്ല. എന്റെ അമ്മയ്ക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, ജീവൻ. മോളെ, നമ്മളുടെ കുടുംബത്തിൽ ആരും ഇതുമാതിരി വസ്ത്രങ്ങൾ ധരിക്കാറില്ല. ഞാൻ എന്ത് ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല. മോളെ പോതല്ലേ ശല്യം.
നമ്മളുടെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതി ആരും ഒന്നും പറയാൻ കൊടുത്തില്ല. എല്ലാം മറച്ചു വെച്ചു. ഒരു ദിവസം നമ്മൾ കോഴിക്കോട്ടെ ഒരു കട നോക്കാൻ പോയിട്ട് വരുമ്പോൾ അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായി. അയ്യോ പറ്റി മോളെ, കുട്ടികളുടെ അച്ഛന് ഭയങ്കര നെഞ്ചുവേദന, ഉടനെ ആസ്പത്രി പോണോ? മോളിന് കാറെടുക്കണേ. ഞാൻ മെഹന്തി ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ പുറത്തുനിന്ന് വല്ല ടാക്സി വിളിക്കും. അതിനൊക്കെ ഒരുപാട് നേരം എടുക്കും. മോള് കൈ കളിയിട്ടോ. നിങ്ങളൊന്ന് ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ മോളെ? റോഡിൽ ഇറങ്ങി ടാക്സി വിളിച്ച് ആസ്പത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. താൻ ഒരാൾ കാരണമാണ് നമ്മളുടെ അച്ഛൻ മരിക്കാൻ കൊടുത്തത്. അതെ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി ആവാനോ ഡ്രൈവർ ആവാനോ തന്തേ നല്ല നോക്കാനോ എന്നെ കിട്ടില്ല. ആ മുടിഞ്ഞ തള്ളിയും കൂടി ചെത്തിരുന്നെങ്കിൽ സമാധാനമായേനെ. അയാളുടെ കാരണം പൊട്ടിച്ചു ഒന്ന് കൊടുത്തു, അയാളും പൊട്ടിച്ചു. താലി വെറിഞ്ഞതിന്റെ നഷ്ടബോധം കുറ്റബോധവും നമ്മൾക്കുണ്ടായിട്ടില്ല. സോറി. എന്തിന്? അവര് വരേണ്ട സമയം കഴിഞ്ഞല്ല. ഇനി രണ്ടുപേരും കൂടി വല്ല ഹോട്ടലിൽ റൂം എടുത്തതാണോ? അതെ, ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ആളാ എന്റെ മുതലാളി, അറിയോ? ഓ, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കിടക്കൂല. അപ്പൊ പിന്നെ അവരെത്തി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ തെകേന ജലാലിയേസക്ക് കൂറുകല്ലിൽ വെറുതെ ഒരു ഇഡ്ലി, കുറച്ച് സാമ്പാർ, കുറച്ച് സമ്മതിപ്പൊടി, അത് പോരെ. ഇത് ആരാണ് ഉണ്ടാക്കാൻ കൊടുത്തത്? അമ്മയല്ല, ഉറപ്പ്. ഇത്ര രുചിയില്ലാത്ത ആഹാരം അമ്മ ഉണ്ടാക്കാൻ കൊടുക്കില്ല. അയ്യേ, ഈ ചായ ഒരു തുള്ളി പോലും തിന്നാൻ പറ്റണില്ലല്ലോ. ഒരു രുചിയുമില്ല. ആ ഗോപി ആയിരിക്കും ഉണ്ടാക്കാൻ കൊടുത്തത്. അറേ ഗോപേ. അയ്യോ, എനിക്ക് തിന്നാൻ അറിയൂ, ഉണ്ടാക്കാൻ അറിയില്ല. ഒന്ന് ഞാൻ തർപ്പിച്ച് പറയാം, ഇത് ശത്രുരാജ്യത്ത് വന്ന ഭക്ഷണം. എന്ത്? ശത്രുരാജ്യത്ത് നിന്ന് വന്നതോ? താൻ എന്താണ് പറയാൻ കൊടുക്കുന്നത്? തനിക്ക് തലയ്ക്ക് ഓളമുണ്ടോ? നമ്മൾ നമ്മളുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ കൊടുത്തോളാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട. ആർ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലാന്ന്? ഇപ്പൊ സാറല്ലേ പറഞ്ഞേ? അത് അമ്മയെ ചൂടാക്കാൻ ഇടയ്ക്ക് ഒരു തമാശ കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ സിറിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. അത് ശരിയാ. ഇന്നലെ മുതലാളി ഒരു കോമഡി പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച ചിരിച്ചു. ഇനി ഒരാഴ്ച കൂടി ചിരിക്കും.